പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. മർക്കോസ് സുവിശേഷം 10-ാം അധ്യായം 47-ാം വാക്യം. നസ്രയനായ യേശു എന്ന് കേട്ടിട്ട് അവൻ ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ച് തുടങ്ങി. ഹല്ലേലൂയ. യേശു എന്ന് കേട്ടിട്ട് ബർത്തിമായി യേശു കടന്നു പോകുന്നു എന്ന് കേട്ടു. അത് നസ്രയനായ യേശു എന്ന് കേട്ടിട്ട് അത് യേശുവെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവൻ അതിന് തക്കവണ്ണം പ്രതികരിച്ചു. ഇന്ന് പകൽക്കാലവും നമ്മുടെ ജീവിതത്തിൽ നാം പല ടെസ്റ്റിമണികളും പല ജീവിത സാഹചര്യങ്ങളും കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ അതിൻ്റെ പുറകിൽ യേശു എന്ന് നാം തിരിച്ചറിയുമ്പോൾ ഇത് യേശുവിൻ്റെ കരത്താൽ സംഭവിച്ചു എന്ന് നാം കേൾക്കുമ്പോൾ പ്രിയരെ, നാം പ്രതികരിക്കണം. ബർത്തിമായുടെ ജീവിതത്തെ മാറ്റിമറിച്ചത് അവൻ പ്രതികരിച്ച വിധമത്രേ. യേശുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞപ്പോൾ അവൻ പ്രതികരിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് യാക്കോബിൻ്റെ ചരിത്രം നമുക്ക് നന്നായിട്ടറിയാം. അവനൊരു രാത്രിയിൽ ഏകാന്തതയിൽ ആരും കൂടെ ഇല്ലാത്തപ്പോൾ അവൻ ബഥേൽ എന്ന സ്ഥലത്ത് വന്ന് തലയിണ കല്ലാക്കി കിടന്ന് ഉറങ്ങി. അവന് നല്ല ഉറക്കം വന്നു, നന്നായിട്ട് അവൻ ഉറങ്ങിക്കാണും. പക്ഷേ ആ ഉറക്കത്തിൽ ദൈവസാന്നിധ്യം അവന് വെളിപ്പെട്ടു. പക്ഷെ പെട്ടെന്ന് പ്രതികരിക്കാൻ പറ്റിയില്ല. എന്നാലും ഹല്ലേലൂയ, ദൈവസാന്നിധ്യം തിരിച്ചറിഞ്ഞപ്പോൾ ആ സ്ഥലത്ത് അവൻ കല്ല് തലയിണയാക്കി വെച്ച സ്ഥലത്ത് ദൈവവുമായിട്ടൊരു ഉടമ്പടി ചെയ്ത് ദൈവത്തെ ആരാധിച്ചു. പ്രിയരെ, യാക്കോബ് ഇങ്ങനെ പറഞ്ഞു നിർത്തിയത്, ഇവിടെ ദൈവമുണ്ട്, ഞാനോ അത് തിരിച്ചറിഞ്ഞില്ല, എനിക്കത് പെട്ടെന്ന് അറിയാൻ പറ്റിയില്ല. ഹല്ലേലൂയ. നാം ജീവിതത്തിൽ ദൈവസാന്നിധ്യം തിരിച്ചറിയുന്നത് തന്നെ നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും വ്യത്യാസം വരുത്തും. യാക്കോബ് താമസിച്ചറിഞ്ഞിട്ടും യാക്കോബ് അതിനുവേണ്ടി പ്രതികരിക്കാൻ തയ്യാറായി. എന്നാൽ ഇതാ പുതിയ നിയമത്തിലേക്ക് നോക്ക്. ഹല്ലേലൂയ. യേശുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ആ കടന്നു പോകുന്നത് നസ്രയനായ യേശു എന്ന് തിരിച്ചറിഞ്ഞിട്ട് ഹല്ലേലൂയ, ഈ ബർത്തിമായിയുടെ പ്രതികരണം നമുക്ക് ഹല്ലേലൂയ പഠിക്കേണ്ട ചില കാര്യമത്രേ. യേശുവേ, ദാവീദ് പുത്ര എന്ന് ഉറക്ക നിലവിളിച്ചു. ദാവീദ് പുത്രൻ എന്ന്, യേശു ദാവീദിൻ്റെ സന്തതി എന്ന് അവൻ ആത്മമണ്ഡലത്തിൽ തിരിച്ചറിഞ്ഞിട്ട് പ്രതികരിച്ചു. ദാവീദിൻ്റെ പുത്രൻ ആരാ? അവൻ രാജാവാ. ദാവീദ് ഇസ്രായേലിൻ്റെ രാജാവെങ്കിൽ ദാവീദിൻ്റെ പുത്രൻ അവൻ രാജാവാ. അവൻ വിളിച്ചു പറഞ്ഞ ഒന്നാമത്തെ പദവും അതാ, യേശുവേ ദാവീദ് പുത്ര. ഹല്ലേലൂയ. ദാവീദ് പുത്ര എന്ന് വിളിക്കുമ്പോൾ തന്നെ എൻ്റെ രാജാവേ എന്നാണ് വിളിച്ചത്. എൻ്റെ മേൽ അധികാരമുള്ളവൻ, എൻ്റെ മേൽ അധികാരമുള്ളവൻ, എൻ്റെ ജീവിതത്തിൻ്റെ മേൽ നിയന്ത്രണമുള്ള എൻ്റെ രാജാവെന്ന് അവൻ യേശുവിനെ ഹല്ലേലൂയ ഏറ്റു പറഞ്ഞു. ഇന്ന് പകൽക്കാലവും കർത്താവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുമ്പോൾ ഒരു വാക്കിലോ ഒരു ദൈവപ്രവൃത്തിയോ കണ്ടിട്ട് യേശുവാണ് അതിൻ്റെ പുറകിലെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവന് മഹത്വം കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഇവൻ വിളിച്ചു പറയുന്നത് യേശുവേ എന്നാ. യേശുവേ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ രക്ഷിക്കുന്നവനെന്നാ. തൻ്റെ ജനത്തെ സകല പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ അവനാ യേശു. യേശുവേ ഹല്ലേലൂയ എന്ന് വിളിച്ചു തുടങ്ങി. ദാവീദ് പുത്ര യേശുവേ എന്ന് വിളിച്ചപ്പോൾ തന്നെ ഹല്ലേലൂയ, അവൻ്റെ വായിൽ നിന്ന് വരുന്ന വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം അത്രേ. തൻ്റെ വായിൽ നിന്ന് വരുന്ന യേശു ആരെന്നുള്ള പ്രഖ്യാപനം അവൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തി. ഇന്ന് രാവിലെ യേശു ആരെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയുമ്പോൾ, നിങ്ങൾ യേശുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുമ്പോൾ പ്രിയരെ, നിങ്ങളായിരിക്കുന്ന ഭവനത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങളൊന്ന് പ്രതികരിക്കണം. നിങ്ങളുടെ ആ പ്രതികരണത്തിനകത്ത് നിങ്ങളുടെ നന്മയുടെ താക്കോലുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമല്ലോ, 5 അപ്പം എടുത്ത് കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ ആ ഒരു പ്രവൃത്തിക്കകത്ത് വലിയ ഹല്ലേലൂയ ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ വാതിൽ തുറന്നു. യേശുവിന് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താനുള്ള ശക്തിയുണ്ട്. യേശു കർത്താവിന് ധാന്യത്തെ വിളിച്ചു വരുത്തി കൊടുക്കാനുള്ള ശക്തിയുണ്ട്. എന്നാലും ഒരു ദൈവ പൈതൽ ചെയ്ത പ്രവൃത്തി ചില നന്മയുടെ വാതിൽ തുറക്കാൻ, ആ ദൈവ പൈതലിനെ അതിൻ്റെ ഭാഗമാക്കുവാൻ ദൈവത്തിന് പ്രസാദമായി. പ്രിയരെ, ഇന്ന് പകൽക്കാലം നിങ്ങൾ പ്രതികരിക്കുന്ന പ്രതികരണം ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ ഹല്ലേലൂയ
അത്ഭുതം പ്രവർത്തിക്കാനുള്ള ഹല്ലേലൂയ ഒരു താക്കോലത്രേ. നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ആയിരിക്കുന്ന വീട്ടിനകത്ത് നിന്നുകൊണ്ട് ഒന്ന് പ്രതികരിച്ചിട്ട് വിളിച്ചു പറ, യേശു നിങ്ങൾക്കാരെന്ന്. ഇവിടെ ഭർത്യമായി വിളിച്ചു പറഞ്ഞു, അവൻ ദാവീദിന്റെ പുത്രനാ. ഹല്ലേലൂയ. അവൻ യേശുവാണ്, അവൻ രക്ഷിതാവാണ്, അവൻ രാജാവാണ്, അവൻ രക്ഷിതാവാണ് എന്ന് വാ തുറന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഭവനത്തിലിരുന്നു കൊണ്ട് യേശു ആരെന്ന് ഒന്ന് വിളിച്ചു പറഞ്ഞ് ചില ദൈവപ്രവർത്തികളുടെ ഹല്ലേലൂയ വാതിലുകളെ നിങ്ങളൊന്ന് തുറന്നാട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? അവിടെയാ അത്ഭുതം സംഭവിക്കുന്നത്. യേശു കർത്താവ് വെള്ളം കോരിക്കൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ കൽഭരണിയിൽ വക്കോളം വെള്ളം നിറച്ചിട്ട് കോരിക്കൊണ്ട് വന്നവർ അത്ഭുതത്തിൻ്റെ താക്കോൽ തുറന്നു കൊടുത്തു. ആ താക്കോലിനാൽ അത്ഭുതം സംഭവിച്ചു. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഭവനത്തിനകത്ത് നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും വിശ്വാസത്താലായിരിക്കട്ടെ. കല്ല് ഉരുട്ടി മാറ്റാൻ പറഞ്ഞപ്പോൾ 4 നാളായ നാറ്റം വമിച്ച കല്ലറയുടെ കല്ലുരുട്ടി മാറ്റണമെങ്കിൽ ഹല്ലേലൂയ അത്ഭുതമന്ത്രിയായ യേശുവിന് വളരെ പെട്ടെന്ന് സാധിക്കുന്ന കാര്യമാണ്. യേശുവിൻ്റെ ഒറ്റ വാക്ക് മതി. എന്നാൽ യേശു ജനത്തോട് കൽപ്പിച്ചു. ജനം അത് ചെയ്തത് നന്മയുടെ, മഹത്വത്തിൻ്റെ, അത്ഭുതത്തിൻ്റെ ഹല്ലേലൂയ ഒരു വഴി തുറക്കാൻ വേണ്ടിയായിരുന്നു. പ്രിയരെ, നിങ്ങളുടെ വീട്ടിനകത്ത് നിങ്ങളുടെ ശൂന്യതയെ നോക്കിക്കൊണ്ട് ചില വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം ചെയ്താട്ട്, നിങ്ങളുടെ വാ കൊണ്ട് ചിലത് ഏറ്റുപറഞ്ഞാട്ട്, നിങ്ങളുടെ കൈകൊണ്ട് ചില പ്രവർത്തികളെ ചെയ്താട്ട്, ഇന്ന് രാവിലെ നമുക്കും അങ്ങനെ ഏറ്റുപറയാം. യേശുവിൻ്റെ സാന്നിധ്യം അറിഞ്ഞ്, യേശുവിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ്, യേശു വലിയവനെന്ന് നമുക്കൊന്ന് ഏറ്റുപറയാം, നമുക്കൊന്ന് വിളിച്ചു പറയാം. അത് അത്ഭുതത്തിൻ്റെ വാതിലുകളെ തുറക്കും. ഈ ദൈവം വിശ്വസ്തനത്രേ, വാക്കുമാറാത്തവനത്രേ, അത്ഭുത മന്ത്രിയത്രേ, അത്ഭുതങ്ങളുടെ രാജാവത്രേ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.